എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഉണ്ണിയുടെ അമ്മയ്ക്കും എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് എന്റെ പേടി. തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നമുക്ക് ചുറ്റിനുള്ളവർ അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം അവർ കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴാ എനിക്ക് ഭയം. വെളിച്ചെണ്ണ ഒഴിച്ചാലും ചിലപ്പോ തെറ്റി വീഴണമെന്നില്ല. ഗ്രീസ് ആവുമ്പോഴേ ഉറപ്പായിട്ടും അവള് തല ഇടിച്ച് തന്നെ വീഴും. ഇപ്പോഴവള് മഞ്ഞിനകത്തൂടെയൊക്കെ ചിലവന്മാര് തെന്നിപ്പോന്ന പോലെ ഒരു പോക്ക് പോവും. ലക്ഷ്മി, മഹാലക്ഷ്മി, ഉണ്ണി, എടാ ഉണ്ണി, ഒന്നിങ്ങ് വന്നേ. ഉണ്ണി, വന്നേ, സൂക്ഷിച്ച്. ദേ ഇവിടെ ഇങ്ങോട്ട് വാ. ദേ പിടിക്ക്. ആ പിടിച്ചോ. ദേ ചോര. അയ്യോ, തലപൊട്ടിയല്ലോ അമ്മേ. പൊട്ടട്ടടാ, നീ ആ തോർത്തിങ്ങെടുത്തേ. എടുക്ക്. കെട്ടടാ. വേഗം കെട്ടടാ. എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീ പിടിച്ചേ. ഇരിക്കൂ. നിങ്ങൾ ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ അമ്മയല്ലേ? ആ അതെ. ആ കുറച്ചു ദിവസമായിട്ടേ അവൾക്ക് തല ചുറ്റലും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ. എന്നിട്ട് ആ കുട്ടിയെ എവിടെയും കൊണ്ടുപോയി കാണിച്ചില്ലേ? ഒരു ഡോക്ടറെയും നിങ്ങൾ കൺസൾട്ട് ചെയ്തില്ലേ? ഇല്ല. എന്നിട്ട് ആ കുട്ടിയെ സ്റ്റിച്ചിടുന്ന സമയത്ത് അവൾ എന്നോട് ചോദിച്ചത് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോന്നാണല്ലോ. കുഞ്ഞോ? അതെ ഡോക്ടറെ, ഞങ്ങൾക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വയറ്റിനകത്ത് കുഞ്ഞുള്ള പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെയാ അവള് കാണിച്ചത്. പിന്നെ അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട്
ഞങ്ങളത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതെന്താ സാധ്യതയില്ലാത്ത? വിവാഹം കഴിച്ച പെൺകുട്ടികള് അമ്മയാവില്ലേ? പക്ഷേ എന്റെ ഏട്ടൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളാ. ആ ഏട്ടന് ഒരിക്കലും അച്ഛനാവാൻ കഴിയില്ല. പിന്നെങ്ങനെയാ ആ കുട്ടി പ്രഗ്നന്റ് ആയേ? ഡോക്ടറെ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ? അത് ആ കുട്ടി തന്നെ പറഞ്ഞതല്ലേ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. എന്ന് മാത്രല്ല, വീഴ്ചയുടെ ആഘാതത്തില് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്തു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇനി സംശയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല ഡോക്ടറെ, അവള് ചിരിച്ചുകൊണ്ടേ എന്റെ മോന്റെ കഴുത്തെറുത്തുകൊണ്ടിരിക്കുക. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലേ അതിന്റെ അച്ഛൻ എന്റെ മോനായിരിക്കില്ല ഡോക്ടറെ. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ. അമ്മ പറഞ്ഞ സത്യ ഡോക്ടറെ. ഇനി എന്താ നടന്നതെന്ന് ഏട്ടൻ വന്നാലേ അറിയൂ. അമ്മോ. ആ എടാ, ഞാൻ പറഞ്ഞതും സംശയിച്ചതും ഒക്കെ ശരിയല്ലേടാ. അവളെ ഒരു രക്തരക്ഷസ. കണ്ണനെ ഞെക്കി കൊല്ലാൻ വേണ്ടി നമ്മുടെ തറവാട്ടിലേക്ക് വന്ന രാക്ഷസി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ള ഒരു വാർത്തയല്ല അമ്മേ. കണ്ണേട്ടന് കുട്ടികളുണ്ടാവില്ലെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് അയാൾക്ക് മാത്രം. അങ്ങനെ ഉള്ളപ്പോ അയാൾക്ക് ഈ വാർത്ത സഹിക്കാൻ പറ്റുമോ? ഇനി അവനും ഇത് അറിയാമെങ്കിലോ? അവനും കൂടി അറിഞ്ഞിട്ടാണിത് സംഭവിച്ചതെങ്കിലോ? എങ്ങനെ? എടാ മണ്ടാ, ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഭയന്നിരുന്നതല്ലേ. കരുണ അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ മുതല് അവളുടെ മനസ്സ് പെടഞ്ഞു കാണും. ഒരമ്മയാവണമെന്നുള്ള വാശി അവളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാൻ ആ രീതിയിലൊക്കെ നമ്മൾ കണ്ണനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അമ്മേ. അപ്പോഴൊക്കെ അങ്ങേര് പറഞ്ഞത് എനിക്ക് മഹിയും മഹിക്ക് ഞാനും മാത്രം മതിയെന്നാ. അതിന്റെ ഇടയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചെന്നാ മനസ്സിലാവാത്തെ? ആ അമ്മ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അറിയാം എങ്ങനെയാ എന്താ സംഭവിച്ചെന്നൊക്കെ. എടാ ചെല്ലടാ, ചെന്ന് വീൽ ചെയറൊക്കെ എടുത്തോണ്ട് കൊടുക്ക്. ചെല്ലടാ. എന്താണ് എന്റെ മഹിക്ക് പറ്റിയത്? പറ്റിയത് എന്താണെന്നേ അവള് പറയും, അല്ലെങ്കിൽ ഡോക്ടർ പറയും. എടാ, എന്റെ സംശയം ശരിയായി. ഇവന്റെ മുന്നിൽ വെച്ചത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറ്റാത്തത്? എന്റെ ഡ്രൈവർ അറിയാത്ത ഒരു രഹസ്യം എന്റെ ജീവിതത്തിലില്ല. എടാ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അവൾ അമ്മയാവാൻ പോവാ. ഏട്ടന്റെ ഭാവം കണ്ടിട്ട് ഏട്ടാ അത് അറിഞ്ഞ ലക്ഷണമുണ്ടല്ലോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ മഹിക്ക് ഒരു അബദ്ധവും പറ്റില്ലെന്ന് എനിക്ക് മറ്റാരെക്കാളും അറിയാം. പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ കേട്ട് ഞെട്ടുന്നേ? ഞാൻ അറിഞ്ഞ ഭാര്യ എന്റെ മഹി. അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അമ്മ ഇനി ഒന്നും പറയണ്ട. കണ്ണേണ്ണ അറിയാനുള്ളത് അറിയേണ്ടവരെ നാവിൽ തന്നെ അറിഞ്ഞോളൂ. ഇനിയും ആർക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവന് വിശ്വാസമില്ല. എടാ, ഇങ്ങനെ അന്ധമായിട്ട് അവളെ വിശ്വസിച്ചതാണ് നിനക്ക് പറ്റിയ തെറ്റ്. ആ, നീ അറിയാതെയാണിത് സംഭവിച്ചതെങ്കിൽ, അല്ല ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. ഇനി ഞാൻ അറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് വേണമെന്ന് എനിക്കറിയാം. സുമേഷടാ, എന്നെ കൂടെ കൊണ്ടുപോ. സർ, വരൂ.
അപ്പോഴവൻ അറിഞ്ഞിട്ടില്ല മോനെ. അറിയരുതെന്നാ പ്രാർത്ഥന. പെൺവിഷയത്തിൽ പ്രശ്നക്കാരനായതുകൊണ്ടാ മേഘേട്ടൻ അങ്ങേര് വെറുത്തത്. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആണിനെയും പെണ്ണിനെയും അങ്ങേർക്ക് ഇഷ്ടമല്ല. അവരോട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമേ. ഇന്നു മുതൽ അയാളുടെ ചങ്കായ ഭാര്യ ഇനി അയാളുടെ ശത്രുവാ, ശത്രു. ഇവിടെയാണ് സർ. ആ ചേട്ടൻ അവിടെ നിൽക്കേ. ശരി സർ. ഏയ് വേണ്ട. എന്താ സംഭവിച്ചേ? ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു, പെട്ടെന്ന് സ്ലിപ്പായി. എന്തോ സ്റ്റെപ്പിൽ ഒഴിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഡോക്ടർ എന്താ പറഞ്ഞേ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. അത് കേട്ടപ്പോ തന്നെ സമാധാനമായി. നെറ്റിലുള്ള ഈ മുറിവ് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം പുറത്തു നിൽപ്പുണ്ട്, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവരോട് ഡോക്ടർ പറഞ്ഞു. എനിക്കറിയായിരുന്നു പറയുമെന്ന്. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വിവരങ്ങൾ ധരിപ്പിച്ചോളാം. ഇനിയിപ്പോ താൻ എന്റെ വീട്ടിലിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നമുക്കൊരു നാടകം കളിക്കേണ്ടി വരും. അത് ഞാൻ ഭംഗിയാക്കിക്കോളാം. താൻ സഹകരിക്കണം. എന്താ കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നേ? ഞാൻ പഴയ കണ്ണനായെന്നറിയാത്ത എന്റെ ബന്ധുക്കൾ തന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. ആ ധാരണ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നെ വഞ്ചിച്ചെന്ന് അവർ കരുതുന്ന തന്നോട് ഞാൻ അകലം പാലിക്കും. തന്നോട് വെറുപ്പാണെന്ന് അഭിനയിക്കുന്നു. അതിന് താനും ഞാനും രണ്ടിടത്തായേ പറ്റൂ. കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. തന്റെയും നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാനിതൊക്കെ പറയുന്നേ. താൻ അമ്മയാകാൻ പോകുന്ന വാർത്ത അറിഞ്ഞപ്പോ തന്നെ ലേഖ പറഞ്ഞതാ പ്രസവം വരെ ലേഖയ്ക്കും അനന്തനൊപ്പം താമസിക്കാൻ. പിന്നെ എനിക്ക് തന്നെ പിരിയാൻ വയ്യാത്തോണ്ടാ ഞാൻ അതിനൊപ്പം നിൽക്കാതിരുന്നേ. എന്നാൽ തന്നെ സ്റ്റെപ്പിൽ നിന്ന് വീഴ്ത്തി മനുഷ്യത്വമില്ലാത്തവരുടെ അരികിലേക്ക് ഇനി താൻ പോകാൻ പാടില്ല. അവിടെ ജീവിക്കാൻ പാടില്ല. എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയ ഭാര്യയും ഞാനും തമ്മിൽ രണ്ടായെന്ന് നമ്മുടെ ശത്രുക്കൾ അറിയട്ടെ. അങ്ങനെ അവർ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തണം. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് താൻ ജന്മം നൽകണം. അതിനുശേഷം എന്തു വേണോ നമുക്ക് കൂട്ടായ ഒരു തീരുമാനമെടുക്കാം. അത്രയും നാളും പരസ്പരം കാണാതെ എന്താണ് താനീ പറയുന്നേ? അനന്തന്റെ വീട്ടിൽ താമസിക്കുന്ന തന്നെ കാണാൻ എനിക്കെന്താ പ്രയാസം? അതുപോലെ തന്നെ തനിക്ക് ഫൈനാൻസിയേഴ്സിലേക്ക് വരാം. അവിടെ തനിക്കിപ്പോൾ അധികാരമുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കും പോവാം. അതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു ലോഹ്യവും പാടില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടാം മുഖം തിരിച്ചു പൊയ്ക്കോണം. സ്വന്തം തറവാടായിട്ടും എന്റെ ഭാര്യയെ അവിടെ താമസിപ്പിക്കായിരുന്നു. അവളുടെ പരിചരണം ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. സ്വന്തം മകളുടെ വയറ്റിൽ കിടക്കുന്നൊരു കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ലാത്തൊരമ്മയാ എന്റെ വീടിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന മറ്റൊരു നാടകം കൂടി. അതിനിടയിൽ ഞാൻ പറഞ്ഞു നടക്കണം. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കുഞ്ഞ് ജനിക്കണം. ലേഖ ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാ. ഈ സമയത്ത് തനിക്ക് എന്റെ വീട്ടിലും തന്റെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല. എന്നാ തനിക്ക് വേണ്ടതൊക്കെ ചെയ്തതെന്ന് തന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവളാ ലേഖ. അനന്തനും അത് സന്തോഷമാവും. അങ്ങനെ ഒരിടത്ത് തന്നെയാ താനിപ്പോ നിൽക്കേണ്ടത്. അനന്തേട്ടന് ലേഖ ഈ സംഭവം അറിഞ്ഞോ? ഞാനിപ്പോ വിളിച്ചിട്ടുണ്ട്. അവര് ഉടനെ എത്തും. അതിനുശേഷം
അവര് തന്നെ കൂട്ടിക്കൊണ്ട് വയ്ക്കോളും. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അങ്ങോട്ട് പോവാ. വേദനയൊന്നും വേണ്ട. ഏറ്റവും സേഫായ സ്ഥലത്തേക്ക് തന്നെയാ തന്നെ ഞാൻ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ മറ്റൊന്നിനെ പറ്റി ആലോചിക്കണ്ട. നമ്മുടെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഇന്നത്തെ വീഴ്ചയിൽ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത് പോലും നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാ. എങ്കിലും വീണ സമയത്ത് അമ്മ വീഴുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനേക്കാളും വേദനിക്കും. അങ്ങനെയുള്ള വീഴ്ചകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. തന്റെ പ്രസവം വരെ. എന്തായി സാർ? ഡോക്ടറുടെ മുറിയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മാഡത്തിന് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല. ആ ശരി. അവനെ കാണുന്നില്ലല്ലോ. ഇനി അവിടെ ചെന്നപ്പോഴേ അവളുടെ കണ്ണീര് കണ്ടപ്പോ അതിനകത്ത് അവൻ മയങ്ങി വീണോ? അങ്ങനെ ആയിരിക്കും. വല്ലവന്റെയും കുഞ്ഞിനെ അവൻ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചോ? അയാളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. എന്തായി മോനെ, അവളെയും ഡോക്ടറിനെയും കണ്ടോ? ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. അമ്മ പറഞ്ഞത് ഡോക്ടർ ശരിവെച്ചു. പിന്നെ ഞാൻ അയാളുടെ അരികിലെത്തി. എന്നിട്ട് അവളോട് ചോദിച്ചോ ആരാ കുഞ്ഞിന്റെ അച്ഛനെന്ന്? ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോ അതേപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം എനിക്ക് വ്യക്തമാ. എങ്കിലും കണ്ണേണ്ട കണ്ണു വെട്ടിച്ച് ആരുടെ പിന്നാലെയാണ് അവര് പോയെന്ന് കണ്ണേണ്ണ അറിയണ്ടേ? ആ, അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നേ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ അധികം ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനൊന്നും ഞാനില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്നവളെ ഇനിയും വീട്ടിലേക്ക് ക്ഷണിക്കാനാണോ? ഒരിക്കലുമില്ല. ഇനി ആ പടി ചവിട്ടരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന് എനിക്കറിയാം. എങ്കിലും വിശ്വാസവഞ്ചനം കാണിക്കുന്നത് ആരായാലും അവരോട് പൊറുക്കുന്ന സ്വഭാവം എനിക്കില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇനി അവർ എത്രയൊക്കെ കരഞ്ഞാലും കാല് പിടിച്ചാലും ഈ ഒരു കാര്യത്തിൽ മാത്രം കണ്ണേട്ടൻ കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. എങ്കിലും ഞാനൊന്ന് ഭയന്നുപോയി. ആ, അവളുടെ വർത്താനം കേൾക്കുമ്പോഴും സങ്കടം കാണുമ്പോഴും ഇവന്റെ മനസ്സ് മാറുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. അതിനെ അടഞ്ഞ അധ്യായോ? അതിനെപ്പറ്റി ആരും കൂടുതൽ സംസാരിക്കണ്ട. അല്ല, അവരുടെ വീട്ടിലിത് അറിയിക്കണ്ടേ? അവരുടെ അമ്മേ? വേണ്ട. അറിയിക്കേണ്ടവരെ അയാൾ തന്നെ അറിയിച്ചോളും. ഇപ്പൊ അയാൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. എന്നാലുമേ നീ നിന്റെ ചങ്ക് പറിച്ചു കൊടുത്തിട്ട് അവള് നിന്റെ ചങ്കിടിച്ച് കലക്കുന്ന പ്രവൃത്തിയാണല്ലോടാ ചെയ്തത്. അതേപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. നമ്മൾ പോവാ, അയാളെ കൂട്ടാതെ നമ്മുടെ വീട്ടിലേക്ക്. എന്നാ പിന്നെ ആ താലി അവളുടെ കഴുത്തിന്ന് അഴിച്ചോണ്ടെങ്കിൽ പോന്നൂടായിരുന്നോ? അത് നീ കെട്ടിക്കൊടുത്ത താലിയല്ലേ? അതെന്താന്ന് വെച്ചാ അയാൾ ചെയ്തോട്ടെ. അതേപ്പറ്റി ഒന്നും പറയാൻ ഞാനില്ല.
നമുക്ക് പോവാം. സാർ വേണ്ട, താൻ മാറിക്കേ. എന്റെ കണ്ണേണ്ണ ഞാൻ കാറ് കയറ്റിക്കോളാം. ആ വാ മോനെ, വാ പോവാം. ഞാനും എന്റെ ഭാര്യയും തെറ്റിപ്പിരിഞ്ഞെന്നറിഞ്ഞപ്പോ എന്തൊരു സന്തോഷമാണ് രണ്ടിനും. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ഭാര്യയ്ക്കും എനിക്കും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനും സുരക്ഷിതമായൊരു ജീവിതം ഒരുക്കിയിട്ടെ നീയൊക്കെ പലതും അറിയൂ. കേറട്ടാ, പതുക്കെ. അമ്മേ പിടിച്ചോണേ. അർഹതയില്ലാത്തത് കിട്ടിയാലേ ചെലവിളമാര് ഇങ്ങനെയൊക്കെയാ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തും. എന്റെ ദൈവമേ, അവളെ വീഴ്ചയിലങ്ങ് തീർന്നാ മതിയായിരുന്നു.